ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാ ഞായറാഴ്ചകളിലും ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. ആ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസാണ്. ഇപ്പോൾ സ്കാൽപ്പിംഗ് ആയാലും അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ആയാലും നമ്മൾ ലിവറേജ് എടുത്തുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ സ്പോട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ സ്പോട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബൈനാൻസും ബൈബിറ്റും പോലുള്ള എക്സ്ചേഞ്ചുകളാണ്. അതിലൊന്നും തന്നെ നമുക്ക് സ്പോട്ട് ട്രേഡിംഗിൽ ഷോർട്ട് സെല്ലും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ ബൈനാൻസിലായാലും ബൈബിറ്റിലായാലും സ്പോട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആവുന്ന, നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ സ്പോട്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു ഗെയിം ആയിരിക്കും jump.trade MCL എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഇതൊരു പ്ലേ ടു ഏൺ ക്രിക്കറ്റ് ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് ക്രിക്കറ്റ് ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓൾറെഡി ഒരുപാട് നാളുകളായിട്ട് ഉള്ള ഒരു ഗെയിമാണ്, ഒരുപാട് പേര് കളിക്കുന്ന ഒരു ഗെയിമാണ്, ഒരുപാട് പേര് പെർ ഡേ $100 $200 ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളും ഈ ഒരു ഗെയിമിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് പലർക്കും അറിയാവുന്ന ഒരു ഗെയിം ആയിരിക്കുമെന്ന്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $36 ബില്യൺ കമ്പനി ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് ബ്രാൻഡ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് ഈ MCLന്റെ ഗ്രാൻഡ് ഫിനാലെ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 7-നായിരിക്കും ഇത് നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന IPL എന്ന് പറയുന്നത് ഒരു $multi-billion ബിസിനസ് ആണ്. ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ബിഗ് ബ്രാൻഡുകളും ഒക്കെ അതിലേക്ക് വന്നതിന് ശേഷം ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെ IPLന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഫ്ലിപ്കാർട്ട് പോലൊരു ബിഗ് ബ്രാൻഡിന്റെ സ്പോൺസർഷിപ്പ് ഈ NFT ഗെയിമിങ്ങിനും അതുപോലെ തന്നെ Web3 റെവല്യൂഷനും വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഒരുപാട് പേര് ഈ ക്രിക്കറ്റ് NFTs ബൈ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ പോയി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. jump.tradeൽ പോയിട്ട് ക്രിക്കറ്റ് NFTs ബൈ ചെയ്യുക. MCL എന്ന് പറയുന്ന മെറ്റാ ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന ആപ്പ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, കളിക്കാൻ തുടങ്ങുക, ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുക. ആൻഡ് അവരുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രോ പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക. ഏതൊരു ട്രേഡിംഗ് ആയാലും നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ട്രെൻഡ് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാം. ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് സെല്ലിൻ്റെ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ലോങ് പൊസിഷൻസിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലോങ് പൊസിഷൻസ് മാത്രം എടുക്കുക. ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ടൊരു ലോങ് പൊസിഷൻ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ടൊരു ലോങ് പൊസിഷൻ എടുക്കരുത്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സമയം ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. വളരെ ചെറിയ ശതമാനം സമയം മാത്രമേ പ്രൈസ് ഒരു കൃത്യമായിട്ടുള്ള ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ട്രെൻഡ് നമുക്ക് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ, നമ്മുടെ റൂൾസും കാര്യങ്ങളൊക്കെ, ആ ഒരു സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റൂൾസും കാര്യങ്ങളൊക്കെ എന്താണോ അത് ഫോളോ ചെയ്യുക. അത് കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുക. ഓക്കെ, എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റും നമ്മൾ എപ്പോഴും വെക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റുക, കൃത്യമായിട്ട് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഹൈ ഉണ്ടായിരിക്കും, ഒരു ലോ ഉണ്ടായിരിക്കും, ഒരു ഹയർ ഹൈ ഉണ്ടായിരിക്കും, ദെൻ ഒരു ഹയർ ലോ ഉണ്ടായിരിക്കും, ദെൻ ഒരു ഹയർ ഹൈ ഉണ്ടായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മുടെ ഒരു അപ് ട്രെൻഡ് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുക ഏതൊരു ഏരിയയിലായിരിക്കും? ഈ ഒരു ഏരിയയിലായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ ഒരു കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഒരു അപ് ട്രെൻഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് ഈ ഒരു സ്ട്രക്ചർ ലെവലിൽ, അതായത് ഇതാണ് നമ്മുടെ അവിടുത്തെ സ്ട്രക്ചർ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ ലെവലിലായിരിക്കും ആ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഐഡിയൽ ആയിട്ടുള്ള അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ അപ് ട്രെൻഡുകളിലും ഈ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു 4 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യും, ഒരു സ്ട്രക്ചർ ലെവൽ നമ്മൾ അവിടെ കണ്ടെത്തും. ആൻഡ് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ 4 hour ആണ് നമ്മൾ ഈ ട്രെൻഡ് കണ്ടുപിടിക്കുന്നത് 4 hourലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു 1 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ അവിടെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ചാർട്ട് പാറ്റേണും ട്രെൻഡും മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലും 4 hour ടൈം ഫ്രെയിമിലും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ടൈം ഫ്രെയിംസ് കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ നോക്കാനായിട്ട് പോകുന്നത് 4 hour ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ഒരു 1 hour ടൈം ഫ്രെയിമുമാണ്. 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യും, കൃത്യമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ലെവൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ 1 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ലെവൽ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് ഇവിടെ ഫോം ആവുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സ്ട്രക്ചർ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് നമ്മുടെ സ്ട്രക്ചർ ലെവൽ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ ആണ് നമ്മുടെ സ്ട്രക്ചർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് പ്രൈസ് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ കൃത്യമായിട്ട് എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട്, അതായത് 1 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 1 hour ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഏരിയയിലേക്ക്, നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പരമാവധി വെയിറ്റ് ചെയ്യുക, നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരുന്നത് ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ലോങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ മുകളിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിൽ ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ നമുക്ക് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക, ഒരു വിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു ലോ ഷേഡോ ഹൈ ഷേഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ഷേഡോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫോം ആയിട്ടുള്ള ഈ ഒരു ഷേഡോ നമ്മൾ എടുക്കുക. ഈ രീതിയിൽ ഇവിടെ ഫോം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്ലോസിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഷേഡോയുടെ ക്ലോസിങ്, അതായത് ഈ ഷേഡോ എവിടെ വരെ പോയിട്ടുണ്ടോ ആ ഒരു ഏരിയ നമ്മൾ എടുക്കുക. കളർ ജസ്റ്റ് ഞാൻ മാറ്റാം. ഓക്കെ, ഈ ഒരു ഏരിയ എടുക്കുക. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടി പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഫോം ആവുന്ന ക്യാൻഡിൽ ഒരിക്കലും ഇതിന് താഴെയായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒരിക്കലും ഒരു ഡബിൾ ബോട്ടം അല്ല, അതൊരു ലോവർ ലോ ആണ്. ഓക്കെ, ഈ രീതിയിലൊരു ലോവർ ലോ ആയിട്ട് മാറും. പക്ഷേ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഷേഡോ വേണമെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അതായത് ഈ രീതിയിൽ അതിൻ്റെ ലോ ഷേഡോ വേണമെങ്കിൽ താഴേക്ക് ക്ലോസ് ചെയ്യാം. പക്ഷേ ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ഒരിക്കലും ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് വരാനായിട്ട് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഡബിൾ ബോട്ടമായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ലെവലിലേക്ക് ഏത് രീതിയിലാണ് പ്രൈസ് വരുന്നത് നോക്കാം. ഇവിടെ നമുക്കൊരു ബോട്ടം കിട്ടിയിട്ടുണ്ട്. ആൻഡ് അടുത്തതായിട്ട് ഏത് രീതിയിലാണ് പ്രൈസ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് നല്ല രീതിയിലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയത് കൊണ്ട് മാത്രം നമ്മളിവിടെ ട്രേഡ് എടുക്കാനായിട്ട് പാടുമോ? ഇല്ല. ഇവിടെയാണ് നമ്മുടെ അടുത്ത ഇൻഡിക്കേറ്റർ വരുന്നത്, നമ്മുടെ RSI വരുന്നത്. അപ്പോൾ ഞാനിവിടേക്ക് RSI ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല, ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് തന്നെയാണ്, ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ്. ഇൻപുട്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI ലെങ്ത് 14 തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡൈവർജൻസ് ആണ്. ഓക്കെ, RSI ഓൾറെഡി ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ലോങ് പൊസിഷനാണ് എടുക്കേണ്ടത്. സോ RSI ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് RSI എത്തിയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോട്ടം കിട്ടിയപ്പോൾ RSI ഇവിടെ ഒരു
ഹയർ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു ഡൈവർജൻസ് ആണ്. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിലായിരിക്കും ആ ഒരു RSI ഡൈവർജൻസ് കിട്ടിയതിന് ശേഷം ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ലോങ് പൊസിഷൻ വരുന്നത് ഈ ഒരു ക്യാൻഡിലായിരിക്കും. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ലെവലിന് താഴെയായിട്ടായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ, അതായത് സ്റ്റോപ്പ് ലോസ് എത്രയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു 1.5x ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 8.71% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പോട്ട് ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ട്രെൻഡ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും RSI ഡൈവർജൻസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള ട്രെൻഡ് കണ്ടുപിടിക്കാനും കൃത്യമായിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് കണ്ടതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ. സോ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.